വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഗോൾഡ് എന്താ അറിയോ, ഗോൾഡ് ഇങ്ങനെ ഉയരുക താഴുക പോസിറ്റീവ് ഡിറക്ഷനിൽ തന്നെ പോവുക താഴുക അങ്ങനെയാണ്. അപ്പോൾ നെതന്യാഹു പറഞ്ഞ കാര്യം ഇപ്പം നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, നെതന്യാഹു എന്നല്ല വേറെ ആൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടങ് ട്വിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. കാരണം വാർ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ അങ്ങനെയല്ല, ഒന്നെങ്കിൽ ബൈഡൻ പറഞ്ഞതുപോലുള്ളൊരു ഇത് അല്ലെങ്കിൽ വേറൊരു കോംപ്രഹെൻസീവ് ഡീൽ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. അത് പാർഷ്യൽ ഡീലായിട്ടൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ നെതന്യാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവിയർ ഫൈറ്റിങ്, ഇൻറ്റൻസ് ഫൈറ്റിങ് നിർത്താൻ പോവുകയാണ് മെല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു വലിയ റെഫ്യൂജി ക്യാമ്പുകൾക്കൊന്നും അറ്റാക്കൊന്നും വന്നിട്ടില്ല. വേറെ ചില അറ്റാക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നല്ലാതെ അതും ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീലിക്ക് അത് ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ്റെ മിസൈൽ ഉപയോഗിച്ചാണ്ട് യുക്രൈൻ ക്രൈമിയയിലെ സെവാസ്റ്റോപോളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ റഷ്യയിലൊരു ടെററിസ്റ്റ് അറ്റാക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയങ്ങളിലാണെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം. പ്രശ്നങ്ങൾ അവിടെ പ്രശ്നം കൂടി ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗോൾഡ് ഇങ്ങനെ പോസിറ്റീവ് ഡിറക്ഷനിലാണ്. ഇൻവെസ്റ്റേഴ്സ് ആരും ഗോൾഡിനെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് ഗോൾഡ് രംഗത്ത് തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത്. ഒരു ഉയർച്ച ഉണ്ട്, നാളെ വേണമെങ്കിൽ 80 കൂടാ അല്ലെങ്കിൽ മാറ്റം ഇല്ലാതിരിക്കാം എന്നുള്ള നിലക്കാണ്. ഒരു ഹിസ്ബുള്ളേൻ്റെ ആ ത്രെട്ട് ഉണ്ടല്ലോ, അത് അത്രയും ഉണ്ടായില്ല നെതന്യാഹുവിൻ്റെ ഇന്നത്തെ സ്പീച്ചിലൂടെ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേസ്. എന്തായാലും പവന് 53,000 ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കട്ടെ. അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. വിൽക്കാനുള്ള ആളുകൾ പെട്ടെന്ന് വിൽക്കാനുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ട് വരിക. പിന്നെ ലോങ് ടൈമിലേക്ക് കൊണ്ട് ഇവനൊരു കടന്നു പോകും. ഷോർട്ട് ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റഷ്യൻ്റെ പ്രശ്നം ചിലപ്പോൾ ഇത് ഉൾക്ക എത്തിക്കണ അറിയാനില്ല. അപ്പോൾ ഗോൾഡൊക്കെ ചിലപ്പോൾ 80,000 എത്തും. കാരണം അതൊക്കെ എന്തെങ്കിലും അറ്റാക്കിലേക്കൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോൾഡ് മാത്രമല്ല, നമ്മൾ പരലോകത്തേക്ക്, ലോകത്തുനിന്ന് ഒരുപാട് മനുഷ്യർ പരലോകത്തേക്ക് പോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പേടിക്കണം.